ഫ്രണ്ട് വിൻഷീൽഡ് വഴിയും റിയർ വിൻഷീൽഡ് വഴിയും ഒക്കെ സ്ഥിരമായ വാഹനങ്ങളിൽ വാട്ടർ എൻട്രി പൊതുവെ കാണാറുണ്ട്. മിക്ക ആൾക്കാരും അതിനെ ഇഗ്നോർ ചെയ്യും. കാര്യം സമയമില്ലാത്തതുകൊണ്ട് പിന്നെ സീലൻ്റൊക്കെ വെച്ച് അടയ്ക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ വെള്ളം ഓരോ ഡ്രോപ്പ് വെള്ളമാണെങ്കിലും ശരി വാഹനത്തിനകത്തേക്ക് വന്നാൽ ന്യൂ ജനറേഷൻ വാഹനങ്ങൾക്കെല്ലാം ഒരുപാട് ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഉണ്ട്. അത് ഡാമേജ് ആവും, വലിയ വലിയ വർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അത് ഇങ്ങനെയുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഇളക്കിയപ്പോൾ ഫുള്ള് റെസ്റ്റായിരുന്നു. ആ റെസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. ശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചു. പിന്നെ ഗ്ലാസ് ഇളക്കാൻ ചില വാഹനങ്ങളിൽ ഗ്ലാസ് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാര്യം റബ്ബറും ഗ്ലാസും കൂടെ തുരുമ്പും കൂടെ മിക്സ് ആയിരുന്നിട്ട്. അപ്പോൾ ഈ വാഹനത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ഗ്ലാസ് ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല, ആ ഗ്ലാസ്സിന് ഇടാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് ഇൻറ്റീരിയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരും അകത്തൊക്കെ എന്തായാലും പൊടിയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ വരും. എത്ര മാസ്ക് എന്ന് പറഞ്ഞാലും വരും. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ചെയ്തു, ക്ലീൻ ചെയ്തു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രഷർ വാഷ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം വാഹനം നമ്മൾ ഏത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയാലും റിയർ ഗ്ലാസ് മാറിയാലും ചെയ്ത് നോക്കാറുണ്ട്. കാര്യം വാട്ടർ എൻട്രി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. അപ്പോൾ പ്രീമിയം വാഹനങ്ങളടക്കം എല്ലാ വാഹനങ്ങളുടെയും വിൻഷീൽഡ് പരമായി വാട്ടർ എൻട്രി എങ്ങനത്തെ ഏത് തരത്തിലുള്ള വാട്ടർ എൻട്രി ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ്. ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ്, എലവന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. താങ്ക് യു.